Hi all, welcome to BTech MEDC. നമ്മുടെ നെറ്റ്വർക്ക് ബാർ സർക്യൂട്ട് തിയറിയുടെ നോഡൽ അനാലിസിസിന്റെ മോർ പ്രോബ്ലംസ് ഡിസ്കഷൻ ആണ്. പ്രീവിയസ് നോഡൽ അനാലിസിസിന്റെ വീഡിയോസ് വാച്ച് ചെയ്തതിനു ശേഷം ഈ വീഡിയോ വാച്ച് ചെയ്യുക. അതിന്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. EC202 സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. 2015 സ്കീം അതുപോലെ 2019 സ്കീം സ്റ്റുഡൻസിന്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ കറന്റ് ത്രൂ 5 ohm, 2 ohm and 4 ohm. ഇപ്പോൾ നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്. ഫൈൻഡ് കറന്റ് ത്രൂ 5 ohm, 2 ohm and 4 ohm ആണ്. ഇതിനകത്ത് എക്സാമിന് നോഡൽ അനാലിസിസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലത്തുള്ള ഓരോ കമ്പോണൻസിനും അക്രോസ് ഉള്ള കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ നോഡൽ അനാലിസിസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഇതിനകത്ത് നോഡൽ അനാലിസിസിൽ ഫസ്റ്റ് നമുക്ക് നോഡ്സ് മാർക്ക് ചെയ്യണം. ഇപ്പോൾ EQ പൊട്ടൻഷ്യൽ പോയിന്റിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പോയിന്റ്സ് എല്ലാം സെയിം നോഡാണ്, കാരണം അതിൻ്റെ ഇടയ്ക്ക് സീരീസ് എലമെന്റ്സ് ഒന്നും ഇല്ല. ഇതെല്ലാം നമുക്ക് സിംഗിൾ നോഡായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പം അതൊന്ന് റീഡ്രോ ചെയ്യാം. എല്ലാം സെയിം പോയിന്റ് തന്നെയാണ്. $10 കറണ്ട്, 5 ohm, 2 ohm, 2 ampere current, 4 ohm resistor. ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇതെല്ലാം ഒരേ പോയിന്റ് ആണ്. ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു എലമെന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ റെസിസ്റ്റർ എല്ലാം ഉണ്ടെങ്കിൽ അത് രണ്ട് നോഡിനിടയ്ക്ക് എലമെന്റ് വരുമ്പോഴത്തേക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഡിഫറെന്റ് നോഡ്സ് ആയിട്ട് വരും. ഇത് എലമെന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒറ്റ നോഡായിട്ട് നമുക്ക് ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ ഓരോ എലമെന്റ്, ഈ 5 ohmന് 2 ohmന് 4 ohmന് അക്രോസ് ഉള്ള കറണ്ട്സ് ആണ് നമുക്ക്, ഓരോന്നിനെ അക്രോസ് ഉള്ള കറണ്ട് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒറ്റ നോഡേ ഉള്ളൂ. അപ്പോൾ ആ നോഡിനെ ഞാനിവിടെ V എന്ന് മാർക്ക് ചെയ്തു. അതുപോലെ റെഫറൻസ് നോഡ് V റെഫറൻസ് ഈക്വൽ ടു 0. ഇപ്പൊ നോഡൽ അനാലിസിസ് ചോദിക്കുകയാണെങ്കിൽ നോഡ്സ് മാർക്ക് ചെയ്യണം. അതുപോലെ ഒരു റെഫറൻസ് നോഡ് അതിന്റെ പൊട്ടൻഷ്യൽ 0 എന്നുള്ള കാര്യം മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു നോഡേ ഉള്ളൂ. അപ്പോൾ ഒരു നോഡ് ഇക്വേഷൻ എഴുതിയാൽ മതി. അപ്പം നമ്മൾ കിർച്ചോഫ് കറന്റ് ലോ ആണ് നോഡൽ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് ഓൾജിബ്രായിക് സം ഓഫ് കറന്റ്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0 അതാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓൾജിബ്രായിക് സം ഓഫ് കറന്റ്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0. അതിനകത്ത് ഈ പ്രിൻസിപ്പൽ നോഡിൽ നിന്ന് നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുന്നത് എല്ലാം ലീവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ അതിൻ്റെ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഒരു ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്യുന്നതായിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ നോഡ് ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. നോഡ് ഇക്വേഷൻ ഒരു സിംഗിൾ നോഡേ ഉള്ളൂ. അപ്പോൾ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓരോ ബ്രാഞ്ചിൻ്റെ എഴുതുകയാണ്. അപ്പോൾ ഇവിടെ കറണ്ട് നമ്മൾ കിർച്ചോഫ് കറന്റ് ലോ ആണ് എഴുതുന്നത്. ഇൻ ടേംസ് ഓഫ് കറണ്ട് ആണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഓരോ ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഈ 10 ആംപിയറിന്റെ ഒരു ബ്രാഞ്ച് ആണ് ഇത്. 5 ohmന്റെ അനദർ ബ്രാഞ്ച്, 2 ohmന്റെ അനദർ ബ്രാഞ്ച്, 2 ആംപിയർ കറണ്ട് അനദർ ബ്രാഞ്ച്, 4 ohmന്റെ അനദർ ബ്രാഞ്ച്. ഇത്രയും ബ്രാഞ്ചസ് ഉണ്ട് ഈ നോഡിന്. അപ്പൊ അതിന്റെ ആൾജിബ്രൈക് സം ഓഫ് കറണ്ട്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇസ് ഈക്വൽ 0 എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഫസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇതൊരു കറണ്ട് സോഴ്സ് ആണ്. നമ്മൾ നോർമൽ കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺവേർഡ്സ് ആണ്. അപ്പോൾ ഈ കറണ്ട് സോഴ്സ് വന്നിരിക്കുന്നത് ഡൗൺവേർഡ്സ് ആണ്. സോ അതിന്റെ വാല്യൂ 10 എന്ന് വരും. ഓക്കെ, ആ ബ്രാഞ്ചിന് അക്രോസ് ഉള്ള കറണ്ട് 10 വരും. ഇനി പ്ലസ് അടുത്ത ഇവിടെ ഇപ്പം നമ്മൾ V എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഈ 5 ohmന് അക്രോസ് ഉള്ള കറണ്ടാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നമുക്കറിയാം V ഈക്വൽ ടു IR ആണ്. സോ I ഈക്വൽ ടു V/R ആണ്. ഇവിടെ നോഡൽ അനാലിസിസിൽ എപ്പോഴും നമ്മൾ കറണ്ട് ഇക്വേഷൻ ആണ് എഴുതുന്നത്. അതിന്റെ ഓൾജിബ്രായിക് സം ഈക്വൽ ടു 0 എന്നുള്ള കൺസെപ്റ്റ് ആണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ബ്രാഞ്ച് 5 ohmന് ക്രോസ് ഉള്ള കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് V/R ആണ്. ഇപ്പൊ ഇവിടുത്തെ V ഡിവൈഡ് ബൈ R എന്താണ്? ഈ ഇവിടുത്തെ ആറിന്റെ വാല്യൂ 5 ആണ്. സോ V/5 എന്ന് വരും. അപ്പൊ നമ്മൾ ഈ ബ്രാഞ്ചിന്റെ എഴുതി. ഇനി നെക്സ്റ്റ് ഈ 2 ohmന് അക്രോസ് ഉള്ള കറണ്ടിന്റെ ഇക്വേഷൻ എഴുതാൻ പോകുന്നത്. അത് എന്ത് വരും? പ്ലസ് V/R ആണ്. ഇവിടുത്തെ R എന്താണ്? 2 ohm ആണ്. സോ V/2 വരും.
അപ്പോൾ ഈ 2 ഓമിൻ്റെ കറണ്ട് ഇക്വേഷൻ എഴുതി. ഇനി നെക്സ്റ്റ് ഈ 2 ആംപിയർ അതൊരു കറണ്ട് സോഴ്സ് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ നോർമൽ കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺവേർഡ്സ് ഡയറക്ഷനിലാണ് നമ്മൾ കൺവെൻഷൻ എടുക്കുന്നത്. തന്നിരിക്കുന്ന കറണ്ട് സോഴ്സിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. സോ നമ്മൾ -2 എന്ന് എഴുതും. ഓൾറെഡി അത് കറണ്ട് സോഴ്സ് ആണ്. അപ്പം ആ കറണ്ടിൻ്റെ വാല്യൂ ആണ് -2 എന്ന് വരും. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് +10 വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നതാണ്. ഇവിടുത്തെ കറണ്ട് സോഴ്സിൻ്റെയും ഇതിൻ്റെയും സെയിം ഡയറക്ഷനാണ്, അതുകൊണ്ടാണ് ഇവിടെ 10 എന്ന് വന്നത്. പക്ഷേ ഈ കേസ് വരുമ്പോഴത്തേക്ക് നമ്മൾ നോർമൽ കൺവെൻഷൻ ഡൗൺവേർഡ്സ് ഡയറക്ഷനിലാണ്, പക്ഷേ ഇതിന് തന്നിരിക്കുന്നത് എന്താണ്, അപ്വേർഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ സോ -2 എന്ന് എഴുതണം. പ്ലസ് ഇനി ഈ 4 ഓമിന് അക്രോസ് ഉള്ള കറണ്ട്, അതായത് V/R. ഇതിന്റെ R എന്ന് വെച്ചാൽ R വാല്യൂ, റെസിസ്റ്റൻസ് വാല്യൂ 4 ആണ്. സോ V/4 ഈക്വൽ ടു 0. ഇപ്പോൾ ഓൾജിബ്രായിക് സം ഓഫ് കറണ്ട്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ 0 എന്നായില്ലേ. ഇതാണ് അതിന്റെ നോഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇതിനകത്ത് ഇക്യു പൊട്ടൻഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് എല്ലാം ഒരേ പോയിന്റ് ആണ്. നമ്മളതുകൊണ്ട് ഒരു നോഡ് വി എന്ന് കൺസിഡർ ചെയ്തു. ഇനി കിർച്ചോഫ് കറണ്ട് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ബ്രാഞ്ചിന് അക്രോസ് ഉള്ള കറണ്ട് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന്റെ ഓൾജിബ്രായിക് സം ഈക്വൽ ടു 0 എന്ന് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യമേ ഈ ഓരോ ബ്രാഞ്ച് എലമെന്റ്സ് നോക്കുക. ഇവിടെ ടോട്ടല് 5 ബ്രാഞ്ച് എലമെന്റ്സ് ഉണ്ട്. 1, 2, 3, 4, 5. അതിന്റെ ഓരോന്നിന്റെയും കറണ്ട് ഇക്വേഷൻ എഴുതണം. ഇപ്പോൾ ഫസ്റ്റ് ബ്രാഞ്ചിൽ കറണ്ട് തന്നെ വന്നിരിക്കുന്നത്, അത് സെയിം കൺവെൻഷൻ ആയതുകൊണ്ട് അവിടെ +10 എന്ന് വന്നു. ഈ 5 ഓമിന് അക്രോസ് ഉള്ള കറണ്ട് എന്ന് പറയുമ്പോൾ V/5 വരും. പ്ലസ് അടുത്ത 2 ഓമിന് അക്രോസ് ഉള്ളത് V/2 വരും. എഗെയിൻ ഇവിടെ ഒരു കറണ്ട് സോഴ്സ് തന്നെയാണ്. അത് നോർമലി ഡൗൺവേർഡ് സെലക്ഷൻ ഉണ്ട്, അത് അപ്വേർഡ് ആയതുകൊണ്ട് -2 എന്ന് എഴുതി. ഇനി ലാസ്റ്റ് 4 ഓമിന് അക്രോസ് ഉള്ള കറണ്ട് എന്ന് വെച്ചാൽ V/4 എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതിനകത്ത് ഒറ്റ അൺനോണേ ഉള്ളൂ, V മാത്രമേ ഉള്ളൂ. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ V/5 പ്ലസ് V/2 പ്ലസ് V/4 ഈക്വൽ ടു ഇവിടെ 8 വരും. അത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും -8 എന്ന് വരും. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് V ഈക്വൽ ടു -8.42 വോൾട്ട് എന്ന് കിട്ടും. ഇതിനകത്ത് നെറ്റ്വർക്ക് തിയറിയിൽ യൂണിറ്റ് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ട് എന്ന് എഴുതണം. അപ്പം നമുക്ക് ഇതിന്റെ V വാല്യൂ കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ ഓരോ എലമെന്റ്, അതായത് 5 ഓം 2 ഓം 4 ഓം അക്രോസ് ഉള്ള അതിന്റെ കറണ്ട് വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യമേ ഞാൻ 5 ഓമിന് അക്രോസ് ഉള്ള കറണ്ട് ആണ് I5 ഓം എന്ന് കൊടുത്തു, ഒരു നൊട്ടേഷൻ കൊടുത്ത് 5 ഓമിന് അക്രോസ് ഉള്ള കറണ്ട് ആണ് കാണിക്കാൻ വേണ്ടി I5 ഓം ഈക്വൽ ടു എന്ത് വരും, അതിന്റെ കറണ്ട് എന്ന് വെച്ചാൽ V/R ആണ്. ഇവിടുത്തെ V നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. V എന്താ, ഇപ്പൊ ഇവിടെ ഇക്വേഷൻ എഴുതാണെങ്കിൽ V/R എന്ന് വെച്ചാൽ 5 ആണ് അല്ലേ. ഇതിന് അക്രോസ് ഉള്ള കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എഴുതി V/5 അല്ലേ. ഇതിന് അക്രോസ് ഉള്ള കറണ്ട് എന്ന് വെച്ചാൽ V/5 ആണ്. അപ്പൊ ഇവിടെ വിയുടെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു -0.42 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. അത് എന്റെ ആൻസർ വരുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു -1.684 കറണ്ട് ആയതുകൊണ്ട് ആംപിയർ എന്ന് എഴുതണം, മസ്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, 2 ഓമിന് അക്രോസ് ഉള്ള കറണ്ട്. അപ്പൊ ഞാൻ I2 ഓം എന്ന് കൊടുത്തു നൊട്ടേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു I2 ഓം നമ്മൾ ഓൾറെഡി കറണ്ട് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, V/2 ആണ് അല്ലേ. I ഈക്വൽ ടു V/R, V/2 ആണ്. അപ്പോൾ V/2 എന്ന് വരും. അപ്പോൾ വിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, -8.42 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -4.21 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 2 ഓമിന് അക്രോസ് ഉള്ള കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി 4 ഓമിന് അക്രോസ് ഉള്ള കറണ്ട്, അപ്പോൾ അതും ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, V/4 ആണ്. അപ്പോൾ I4 ഓംന്ന് അതിന്റെ നൊട്ടേഷൻ കൊടുത്തു, V/4 എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് വിയുടെ വാല്യൂ -8.42 ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു -2.1 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ ആൻസർ. കറണ്ട് ത്രൂ 5 ohm, 2 ohm and 4 ohm are these three respectively. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ഫൈൻഡ് ദ വോൾട്ടേജ് V. ഒരു നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്, ആ വോൾട്ടേജ് V ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ വോൾട്ടേജ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് ഓൾറെഡി നോഡൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 20 വോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോഡിന്റെ അതിന്റെ വാല്യൂ ആണ്. V2 സെക്കൻഡ് നോഡാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റെഫറൻസ് നോഡും കൂടെ മാർക്ക് ചെയ്യണം, V റെഫറൻസ് ഈക്വൽ ടു 0. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതാ ചെയ്യേണ്ടത്. ഇതിനകത്ത് നോഡ്സ് ഒക്കെ മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നോഡൽ അനാലിസിസ് യൂസ് ചെയ്യാം.
അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇവിടെ ഈ വോൾട്ടേജിൻ്റെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് സീരീസ് എലമെന്റ്സ് ഒന്നും വന്നിട്ടില്ല, അപ്പോൾ റെസിസ്റ്റർ ഒന്നും വന്നിട്ടില്ല. അപ്പോഴത്തേക്ക് എന്തായിരിക്കും ഈ വി തന്നെ ആയിരിക്കും ഈ, അല്ലെങ്കിൽ ഈ V2 വാല്യൂ തന്നെ ആയിരിക്കും വി എന്ന് പറയുന്നത്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ അൺനോൺ വി ആണ്. അപ്പോൾ ഈ V2ഉം വിയും തമ്മിൽ ഇവിടെ സീരീസ് എലമെന്റ്സ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഒരു റെസിസ്റ്റർ വന്നെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നേനെ. ഇവിടെ എന്തില്ല, സീരീസ് എലമെന്റ്സ് ഒന്നും ഇല്ല. സോ നമുക്ക് എന്ത് എഴുതാം, V2 ഈക്വൽ ടു വി ആണ്. ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട വി ആണ്. സോ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി, V2 ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ നോഡ് വോൾട്ടേജ് V2 കിട്ടുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് സെയിം ആസ് വി ആണ്. അപ്പോൾ നോഡൽ അനാലിസിസ് യൂസ് ചെയ്യാം. ഇവിടെ 2 നോഡുണ്ട്. സോ നമുക്ക് എന്ത് വേണം, 2 അൺനോൺസ് വരും. അപ്പം നമ്മൾ 2 നോഡ് ഇക്വേഷൻസ് എഴുതേണ്ടി വരും. ഓക്കെ, നമുക്ക് നോഡ് ഇക്വേഷൻസ് എഴുതാം. ഇവിടെ 2 നോഡുണ്ട്. ഈ ഫസ്റ്റ് നോഡിന്റെ വാല്യൂ ആണ് 20 വോൾട്ട് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നോഡ് 1ന്റെ ഇക്വേഷൻ എഴുതാം. നോഡ് 1. ഓക്കെ, അപ്പം ഈ നോഡ് 1ൽ ആദ്യമേ നോക്കണം എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്ന് നോക്കണം. ഇപ്പോൾ ഇവിടെ 5 ഓമിന്റെ ഈ ഒരു ബ്രാഞ്ചാണ്, 10 ഓമിന്റെ സെക്കൻഡ് ബ്രാഞ്ച്, 2 ഓമിന്റെ തേർഡ് ബ്രാഞ്ച്. അതിന്റെ ഓൾജിബ്രൈക് സം ഓഫ് കറണ്ട് അറ്റ് എ ജംഗ്ഷൻ ഇസിക്കൽ 0 ആണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പം ആദ്യമേ എന്താണ് നമ്മൾ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഈ പ്രിൻസിപ്പൽ നോഡിൽ നിന്ന് എല്ലാ കറണ്ടും ലീവ് ചെയ്യുന്നുള്ളതാണ് നമ്മളുടെ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രിൻസിപ്പൽ നോഡിൽ നിന്ന് എല്ലാ കറണ്ട്സ് ലീവ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇതിവിടെ ഈ ബ്രാഞ്ചിൽ ഒരു 6 ആംപിയർ കറണ്ട് ഉണ്ട്, ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. അപ്പം നമ്മളെ കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ ഡൗൺവേർഡ്സ് ഡയറക്ഷനാണ്, ഇവിടുന്ന് ലീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കറണ്ട് സോഴ്സിന്റെ വാല്യൂ തന്നിരിക്കുന്നതാണ് സൈൻ അല്ലെങ്കിൽ ആരോ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇതിന്റെ ഈ ബ്രാഞ്ചിന്റെ വാല്യൂ -6 എന്ന് വരും. ഓക്കെ, -6 പറഞ്ഞാൽ എന്തുകൊണ്ടാണ്, കൺവെൻഷൻ ഡൗൺവേർഡ്സ് ആണ്, തന്നിരിക്കുന്ന അപ്വേർഡ്സ് ആയതുകൊണ്ട് -6 ആണ്. അപ്പോൾ നമ്മൾ ഈ ബ്രാഞ്ചിന്റെ കറണ്ട് ഇക്വേഷൻ എഴുതി. അപ്പം ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുമ്പം നമ്മൾ നോഡൽ അനാലിസിസ് ആണെങ്കിൽ ഫസ്റ്റ് നോഡ് മാർക്ക് ചെയ്യണം, അതുപോലെ ഈ റെഫറൻസ് നോഡ് മാർക്ക് ചെയ്യണം, അതിനുശേഷം എത്ര നോഡുണ്ടോ അത്ര നോഡ് ഇക്വേഷൻസ് എഴുതണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നോഡിന്റെ ഇക്വേഷൻസ് എഴുതണം. അപ്പോൾ ആ നോഡ് ഇക്വേഷൻസ് വരുമ്പോഴത്തേക്ക് ആ നോഡിൽ ഏതൊക്കെ ബ്രാഞ്ചസ് ഉണ്ടോ ആ ബ്രാഞ്ചസ് ഒന്ന് നോട്ട് ചെയ്യുക. ആ ഓരോ ബ്രാഞ്ചിന്റെയും കറണ്ട് ഇക്വേഷനാണ് നമ്മൾ എഴുതുന്നത്. അപ്പം ഈ ഫസ്റ്റ് നോഡ് ഇക്വേഷൻ 1 എന്ന് പറയുമ്പോൾ ഈ നോഡിന്റെയാണ് എഴുതുന്നത്. അപ്പോൾ അവിടെ 3 ബ്രാഞ്ചസ് ഉണ്ട്, അതിന്റെ കറണ്ട് ഇക്വേഷൻ എഴുതുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ബ്രാഞ്ചിന്റെ കറണ്ട് ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് ഓൾറെഡി ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. ഇപ്പോൾ കറണ്ട് സോഴ്സ് നമ്മൾ പ്രിൻസിപ്പൽ നോഡിൽ നിന്ന് ലീവ് ചെയ്യുന്നതായിട്ടാണ് നമ്മളെ കൺവെൻഷൻ, തന്നിരിക്കുന്ന ഓപ്പോസിറ്റ് ആയതുകൊണ്ട് -6. ഇനി അടുത്ത ഈ 10 ഓമിന്റെ അപ്പം നമ്മൾ പ്ലസ് എഴുതുക. പ്ലസ് ഇവിടുത്തെ വോൾട്ടേജ് തന്നിട്ടുണ്ട്, എന്താണ് 20 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പം നോഡ് വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് വോൾട്ടേജ് 20 ഡിവൈഡഡ് ബൈ R10 എന്ന് എഴുതാം. കാരണം KCL ആണ് നോഡൽ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ഇക്വേഷൻ ആണ് നമ്മൾ എഴുതുന്നത്, ഓരോ ബ്രാഞ്ചിന്റെയും കറണ്ട് ഇക്വേഷൻ എഴുതുന്നത്. കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ V/R ആണ്. അപ്പോൾ ഇവിടുത്തെ 10 ഓം റെസിസ്റ്ററിൽ കൂടെ ക്രോസ് ഉള്ള കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് 20 ഡിവൈഡ് ബൈ R വാല്യൂ വിൽ ബി 10. അപ്പോൾ ഈ ബ്രാഞ്ചിന്റെ എഴുതി. ഇനി പ്ലസ്, ഇനി അടുത്ത എന്താണ് ഈ 2 ഓം ബ്രാഞ്ച്. കാരണം ഈ 20 വോൾട്ട് നോഡിനകത്ത് 3 ബ്രാഞ്ചസാണ് ഉള്ളത്. ആദ്യമേ ഇതിന്റെ എഴുതി, നമ്മുടെ സെക്കൻഡ് 10 ഓമിന്റെ എഴുതി, ഇനി തേർഡ് എന്തിന്റെ എഴുതേണ്ടത് 2 ഓം റെസിസ്റ്ററിന്റെ എഴുതണം. അപ്പോൾ അതിനകത്ത് ഇവിടെ എന്ത് വരും, V/R ആണ്. ഇപ്പൊ 2 നോഡിന് മിഡിലായിട്ടാണ് കിടക്കുന്നത് അല്ലെ, 2 നോഡിന് ഇടയ്ക്കാണ് ഒരു 2 ഓം റെസിസ്റ്റർ കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതും, വിത്ത് റെസ്പെക്ട് ഫസ്റ്റ് നോഡ് ആയതുകൊണ്ട് 20 - V2, ഇപ്പൊ VI ഡിവൈഡ് ബൈ R വിൽ ബി 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓൾജിബ്രൈക് സം. ഇപ്പൊ ഇവിടെ 3 ബ്രാഞ്ചിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ഈ 2 ഓം വരുമ്പോഴത്തേക്ക് വിത്ത് റെസ്പെക്ട് നോഡ് 1 ആയതുകൊണ്ട് ഈ 20 - V2 ഡിവൈഡ് ബൈ ദിസ് 2 ഓം. ഓക്കെ, ഇനി നമുക്കിവിടെ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട, V2 ആണ്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഒരു V2 മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. ഓക്കെ, നമുക്കിവിടെ 2 നോഡ് ഉണ്ടെങ്കിലും ഒരു നോഡിന്റെ വാല്യൂ ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് മറ്റേ നോഡിന്റെ ഇക്വേഷൻ എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഇവിടുത്തെ ഇക്വേഷൻ നോഡ് 1-നകത്ത് V2 മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. ഇപ്പൊ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് V2 ഈക്വൽ ടു 12 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, സോ the unknown voltage V will be equal to 12 volt. ഇതാണ് ഫൈനൽ ആൻസർ. ഇവിടെ ഓൾറെഡി 2 നോഡ് ഉണ്ട്. സാധാരണഗതിയിൽ നമുക്കിങ്ങനെ നോഡിന്റെ വാല്യൂ തരാറില്ല.
അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 ഇക്വേഷൻസ് എഴുതിയിട്ട് വേണം 2 അൺനോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിനകത്ത് ഒരു നോഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഒരു നോഡ് ഇക്വേഷൻ എഴുതിയാൽ മതി. നമുക്ക് അതിന്റെ ആൻസർ V ഈക്വൽ ടു 12 വോൾട്ട് എന്ന് കിട്ടും. V2 ഈക്വൽ ടു 12 വോൾട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു V. ഇതാണ് നോഡൽ അനാലിസിസിന്റെ 2 പ്രോബ്ലംസ്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് അപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. സോ സപ്പോർട്ട് ബിടെക് മെഡിസി. താങ്ക് യു.